ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഉമ്മക്കുപ്പായം അല്ലെ ഉമ്മാമക്കുപ്പായം എന്നൊക്കെ പറയുന്ന പ്രായമുള്ളവർ ഇടുന്ന ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് അളവിന് ഉള്ള ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു മോഡലിലാണ്, സെയിം മോഡലാണ് എനിക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ കസ്റ്റമർ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. നല്ല ലെങ്ത്തുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് 2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ്. 2 മീറ്ററിൻ്റെ ആവശ്യം വരില്ല, 1.25 മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇതേപോലെ ബാക്ക് പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അളവിന് തന്നതിൽ നിന്ന് നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്ത് നോക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരെയുള്ള നീളമാണ്. അപ്പോൾ എനിക്ക് 24 ഇഞ്ചാണ് നീളം കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ താവ് നോക്കുകയാണെങ്കിൽ കുറച്ച് വീതിക്കാണ് കേട്ടോ ഇത് മടക്കി തയ്ച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1.5 ഇഞ്ച് നമുക്ക് താവ് മടക്കി തയ്ക്കാൻ വേണം. അതേപോലെ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ തയ്ക്കാനും വേണം. അപ്പം നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പം നമുക്ക് 26 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് കിട്ടുക. ഇതുപോലെ ഫുൾ ലെങ്ത്ത് 26 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അടുത്തത് എടുക്കുന്നത് ഇതിൻ്റെ നെക്കാണ്. നെക്കിൻ്റെ വിടുത്ത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് അളവിന് തന്ന ഈ ഒരു ഡ്രസ്സിൽ നിന്ന് നെക്കിൻ്റെ വിടുത്ത് ഇതേപോലെ നമുക്കെടുത്ത് നോക്കാം. അപ്പോൾ 5ആണ് നെക്കിൻ്റെ വിടുത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പിടിച്ച് വലിച്ചിട്ടൊന്നും നോക്കരുത്, കൃത്യമായിട്ട് വെച്ചതിന് ശേഷം വേണം നെക്കിൻ്റെ വിടുത്ത് എടുക്കുക. അപ്പോൾ 5 ഇഞ്ച് എടുത്തപ്പോൾ അതിൻ്റെ പകുതി 2.5 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്തത് ഞാനിതിൻ്റെ നെക്കിൻ്റെ ഇറക്കമാണ് എടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് പീസിൻ്റെ ആകുമ്പോൾ നെക്കിൻ്റെ ഇറക്കം വരുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. ബാക്ക് പീസിൻ്റേത് വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ ബാക്ക് പീസിൻ്റെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ബാക്ക് പീസിൻ്റെ 2 ഇഞ്ച് ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബോക്സായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ടാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഷോൾഡറാണ് എടുക്കേണ്ടത്. ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് തന്നിട്ടുള്ള ഡ്രസ്സിൽ നിന്ന് നമ്മൾ ഒരു സ്ലീവ് ജോയിൻ ചെയ്തെടുത്തുനിന്ന് അടുത്ത സ്ലീവ് ജോയിൻ ചെയ്തെടുത്ത് വരെയുള്ള അളവാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 11ൻ്റെ നേരെ പകുതി 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സ്ലീവ് ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് ആവശ്യമാണ്. അപ്പോൾ 1/2 ഇഞ്ചും ചേർത്തിട്ട് 6 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ കിട്ടിയിട്ടുള്ളത്. ഞാൻ 6 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്തത് ആം ഹോളാണ് കണ്ടുപിടിക്കേണ്ടത്. ആം ഹോൾ കണ്ടുപിടിക്കാൻ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെക്കുക. എന്നിട്ട് ആം ഹോൾ എവിടെയാണ് വരുന്നത് അവിടത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 7 ഇഞ്ചാണ് കേട്ടോ എനിക്ക് ആം ഹോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആം ഹോൾ അടയാളപ്പെടുത്തണം. അതിന് മുമ്പ് ഷോൾഡർ ഒന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ സ്ലോപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ സ്ലോപ്പ് ചെയ്ത് വരക്കുന്നില്ലെങ്കിൽ നമുക്ക് 7 ഇഞ്ച് മുകളിൽ നിന്നേ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ താലാണ് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തത് ചെസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. ചെസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നല്ല അളവെടുക്കേണ്ടത്. ഇതേപോലെ ബാക്ക് പീസ് നിവർത്തി വെച്ചതിന് ശേഷം ഒരു ആം ഹോൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് അടുത്ത ആം ഹോൾ വരെയുള്ള അളവെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കിട്ടുന്നത് 19 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 11 ഇഞ്ച് ഞാനിതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്തത് വേസ്റ്റാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇതേപോലെ ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് താഴെ ഉള്ള അളവെടുത്ത് നോക്കാം. അപ്പോൾ അതെനിക്ക് കിട്ടുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഷോൾഡർ സ്ലോപ്പ് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് ഇതേപോലെ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് വേസ്റ്റിൻ്റെ റൗണ്ട് എടുത്ത് കൊടുക്കാം. അപ്പം 18ൻ്റെ പകുതി 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. ഇതിന് ഇതേപോലെ സ്ലിറ്റ് വരുന്നുണ്ട് ചെറിയൊരു ഭാഗത്ത്. അപ്പോൾ നമുക്ക് സ്ലിറ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഫസ്റ്റ് സ്ലിറ്റിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുക്കാൻ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തുന്നത് സ്ലിറ്റ് എവിടെയാണ് വരുന്നത് അവിടെ വരെയുള്ള ലെങ്ത്ത് എടുത്ത് കൊടുക്കാം. അപ്പോൾ 17 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്ത് കൊടുക്കുകയാണ്. 17 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലിറ്റ് റൗണ്ട് എടുത്ത് കൊടുക്കുക. സ്ലിറ്റ് റൗണ്ട് എനിക്ക് കിട്ടിയത് 19 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് എനിക്ക് ഇവിടെ 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തതിന് ശേഷം ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടം റൗണ്ടാണ് കിട്ടേണ്ടത്. ബോട്ടം റൗണ്ട് ഞാനിതാ ഇതേപോലെ അളവെടുത്ത് കൊടുക്കുമ്പോൾ 19 ഇഞ്ചാണ് എനിക്കത് കിട്ടുന്നത്. സാധാരണ ഇവിടെ ചിലപ്പോൾ 20 ഇഞ്ചൊക്കെയാണ് വരാൻ. അപ്പോൾ അത് സെയിം അളവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ 19ൻ്റെ നേരെ പകുതി 9.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെയും ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ചേർത്ത് കൊടുത്ത് ഇതേപോലെ വരച്ചെടുക്കുകയാണ്. ഇനി ഇത് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്യണം. അതിന് ഈ ഒരു കോർണറിൽ നിന്ന്
1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആം ഹോളിൻ്റെ ഇതേ നമ്മളിവിടെ വരച്ചിട്ടില്ല അതിൻ്റെ നേരെ പകുതിയിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതേപോലെ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി താവിൽ നമുക്കൊന്ന് ഒരു ചെറിയൊരു കർവ് കൊടുക്കാം. ഒരു ഇഞ്ച് അല്ല 1/2 ഇഞ്ചൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കർവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ക്ലോത്തിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം രണ്ടും ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമുക്കൊരു പടി തയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ബാക്ക് പീസ് വെച്ചിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ ഈ ബാക്ക് പീസ് വെക്കുക. എന്നിട്ട് ഞാൻ പിന്ന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം ഇത് വെച്ചിട്ട് ബാക്ക് പീസിന് സെയിം അളവിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി നെക്കും ആം ഹോളും നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പീസ് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ഇറക്കം വരുന്നത് 4 ഇഞ്ചായിരുന്നു, വിടുത്ത് 2.5 ഇഞ്ച് തന്നെ. എന്നിട്ട് ഇതേപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചതിന് ശേഷം നമുക്കവിടെ റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അതേപോലെ ആം ഹോളും ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇതേപോലെ. എന്നിട്ട് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയത് രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നെക്കും ആം ഹോളും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് ഇതേപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ താവ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചും അതേപോലെ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമുക്ക് വേണം. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് 19.5 ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് ഇത് ഇവിടുന്ന് നമ്മൾ ആം ഹോൾ ഡ്രസ്സിൽ എത്രയാണ് എടുത്തത് 7 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴെ ഇതേപോലെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തുനിന്ന് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഞാനിതവിടെ കൊടുത്തിട്ട് അവിടെ ഞാൻ മുകളിൽ കർവ് ഷേപ്പ് വരച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വീഡിയോ കാണിച്ചില്ല, അത് വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ സ്ലീവ് റൗണ്ടാണ് എടുക്കുന്നത്. സ്ലീവ് റൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും ചേർത്തിട്ട് ഇതേപോലെ ഞാൻ സ്ലീവ് വരച്ചെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഇതേപോലെ നല്ല വശം രണ്ടും ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് വരുന്നവിടെ നമുക്കൊന്ന് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഡ്രസ്സിന് ഫ്രണ്ടിലൊരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ വരുന്ന ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് വേണ്ടി ഇതേപോലെ ഫ്രണ്ട് പീസ് വരുന്ന ഭാഗം രണ്ടും ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഇവിടുന്ന് നെക്ക് വരുന്ന ഭാഗത്തുനിന്ന് 2 സൈഡിൽ 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഇതേപോലെ താഴോട്ടേക്ക് 6 ഇഞ്ച് 2 സൈഡിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് വരയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 2 വശത്ത് ഒരേപോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തത് ഇതേപോലെ നമുക്ക് 2 ഭാഗവും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈനും കൂടി കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു ഡിസൈൻ വരേണ്ടത്. ഇനി അടുത്തത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് 3 ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ട് നല്ല വശം വെച്ചിട്ട് ഒന്നിച്ച് വെച്ച് മടക്കി ഇട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് പോലെ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് ഡിസൈൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ലെങ്ത്തിൽ ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് വെച്ച് മടക്കിയതിന് ശേഷം ഇതിനെ മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഷോൾഡറിൽ 2 ഇഞ്ച് അടയാളപ്പെടുത്തിക്കില്ല, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഇതേപോലെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് വരുന്നിടത്ത് നമുക്കൊരു ഫ്രില്ല്, ചെറിയൊരു ഫ്രില്ല് മതിയാവും, ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് തയ്ച്ചിട്ട് 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിക്കില്ല, അവിടം വരെ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആം ഹോളിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പൺ വരുന്ന അവിടം വരെ ഇതേപോലെ തന്നെയാണ് ഇതാക്കേണ്ടത്. 1 ഇഞ്ച് വരുന്നിടത്ത് ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തറ്റ വരെ നമുക്ക് തയ്ച്ചു കൊടുക്കും. ഇതിനൊരു കൈത്തുന്നി വരുന്നുണ്ട്, അതിപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ 2 സൈഡും ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ എടുക്കുന്നത് നമ്മൾ വലത് വശം വരുന്ന ഭാഗം, അതായത് ഫ്രണ്ട് പീസിൻ്റെ വലത് വശം വരുന്ന ഭാഗത്ത് ഇതേപോലെ 3 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുക്കുക. എന്നിട്ട് നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വെച്ച് ഇതേപോലെ നമ്മൾ താവ് വരെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ബട്ടണിന് വെക്കുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ അവിടെ 1/2 ഇഞ്ച് വെച്ച് താവ് വരെ തയ്ച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഇതേപോലെ ഈ ഒരു ക്ലോത്ത് 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കുക. എന്നിട്ട് ഇതേപോലെ 1 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. ഇതേപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് അവിടെ നമുക്ക് താവ് വരെ ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഇടത് സൈഡ് വരുന്ന ഭാഗത്ത്, ഫ്രണ്ട് പീസിൻ്റെ ഇടത് വരുന്ന ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ്. എന്നിട്ട് ഇതേപോലെ നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് വെച്ച് തയ്ച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ബാക്ക് വശത്തേക്ക് ഇതേപോലെ മടക്കുക. എന്നിട്ട് അവിടെ ഒന്ന് നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ പതിച്ച് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ 1/2 ഇഞ്ച് വെച്ച് ഉള്ളോട്ട് വെച്ച് മടക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് ഇതാ ഈ ഒരു ഇടതുവശത്തെ പീസ് വരുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ 2 പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം. 2 സൈഡും നമുക്ക് തയ്ച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ റൗണ്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ റൗണ്ട് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ചിനേക്കാൾ കുറച്ച് കൂടുതൽ, കുറച്ച് വീതിക്ക് നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് 2 സ്ലീവ് റൗണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ ഇനി നമുക്ക് തയ്ക്കേണ്ടത് നെക്കാണ്. നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കുക. എന്നിട്ട് ക്രോസ് പീസ് 2ആക്കി മടക്കി കൊടുത്തിട്ട് 1 ഇഞ്ച് ഉള്ളോട്ടാക്കിയിട്ട് നമുക്കൊന്ന് മടക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ നെക്കിൻ്റെ അവിടെ വെച്ച് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇത് റൗണ്ടായിട്ട് തന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഒരു തട്ടയിൽ നിന്ന് തുടങ്ങി അടുത്ത തട്ട വരെ നമുക്ക് ഇതേപോലെ തയ്ച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് വരുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് 1 ഇഞ്ച് ഉള്ളോട്ടേക്കിട്ട് തന്നെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് ഫുള്ളായിട്ട് നമുക്ക് കട്ടിട്ട് കൊടുക്കാം. നിർബന്ധമായിട്ട് നമ്മൾ കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് നിവർത്തിയതിന് ശേഷം ഇതേപോലെ ഉള്ളോട്ടാക്കിയിട്ട് മടക്കുക. എന്നിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ നെക്ക് ഇതേപോലെ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഷേപ്പാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യൽ തുമ്പെടുത്തത് 1.5 ഇഞ്ചായിരുന്നു. അപ്പം ഞാനിതാ ഇതേപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്ലിറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ 17 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ 1 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അവിടെ 1 ഇഞ്ചും കൊടുക്കാം. എന്നിട്ട് സ്ലീവും നമ്മൾ 1.5 ഇഞ്ചായിരുന്നു കൊടുത്തത്. അപ്പോൾ അവിടെയും ഞാൻ 1.5 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പുറ സൈഡിലും നമുക്ക് ഇതേപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ടക്ക് വരുന്നുണ്ട്. ബാക്കിൽ 2 ടക്കും ഫ്രണ്ടിൽ 2 പീസിൽ ഓരോ ടക്ക് വീതവും ഈ ഒരു ഡ്രസ്സിന് വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് അടയാളപ്പെടുത്തി കൊടുക്കണം. അത് അടയാളപ്പെടുത്തി കൊടുക്കാൻ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് 12.5 ഇഞ്ച് താഴലും അതേപോലെ ഒരു സൈഡിൽ നിന്ന് 5 ഇഞ്ച് താഴലും ആയിട്ട് വരയ്ക്കാം. ഒരു പോയിന്റ് വെച്ചതിന് ശേഷം ആ പോയിന്റിൻ്റെ 2 സൈഡിലും 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ വരച്ച് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ 2 സൈഡിൽ അതേപോലെ തന്നെ 12 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് 2 സൈഡിൽ 4 ഇഞ്ച് വെച്ച് അടയാളപ്പെടുക്കുക. അപ്പോൾ ബാക്ക് പീസ് വരികയാണെങ്കിൽ ബാക്ക് പീസിൽ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 1.5 ഇഞ്ച് കഴിഞ്ഞ് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ഷോൾഡറിൽ നിന്ന് താഴെ 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ 2 സൈഡിൽ 4 ഇഞ്ച് എടുക്കുക അടയാളപ്പെടുത്തുക. 2 സൈഡിൽ വരുമ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ച് അതിന് ശേഷം വേണം നമ്മൾ ടക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ടക്ക് നമുക്ക് 4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ടെക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് തയ്ക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ അത് കാണുക. ഇനി നമുക്ക് ഷേപ്പ് തയ്ച്ചു കൊടുക്കാം. ഷേപ്പ് തയ്ച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം. സ്ലിറ്റ് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് മടക്കി ഒരു 1/2 ഇഞ്ചും കൂടി മടക്കിയതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ക്കുന്ന രീതിയിൽ തന്നെ ഇതേപോലെ നമുക്ക് സ്ലിറ്റ് തയ്ച്ചു കൊടുക്കുക. 2 സൈഡിലെയും സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം നമുക്ക് താവ് തയ്ച്ചെടുക്കണം. താവ് തയ്ച്ചെടുക്കുമ്പോൾ കുറച്ച് വീതിക്കാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത്. നമ്മൾ അളവിന് തന്ന ചുരിദാറിൽ സ്ലിറ്റ് തയ്ച്ചെടുക്കാം. ഇനി ഈ ഒരു ഡിസൈന് നമ്മൾ ഒരു കൈത്തുനി വരുന്നുണ്ടെന്ന് അറിയില്ല, അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഇതേപോലെ ഈ ഒരു സ്ലിറ്റ് നമ്മൾ ഫ്രില്ലിട്ടിക്കില്ലേ, ഫ്രില്ലിട്ടതിൻ്റെ നടുക്കായിട്ട് സൂചി കുത്തി ഇറക്കുക. എന്നിട്ട് ഇതേപോലെ 2 സൈഡിൽ നിന്നും കുറച്ചൊന്ന് ഇതേപോലെ സൂചി തുന്നി ഇതേപോലെ ലോക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ തന്നെ സൂചി ഇറക്കുക. എന്നിട്ട് അടുത്ത ഇതേപോലെ 2 ഫ്രില്ലിൻ്റെ നടുക്കായിട്ട് സൂചി ഇതേപോലെ എടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും കുറച്ചെടുത്ത് ഇതേപോലെ ലോക്ക് ചെയ്ത് 2 or 3 തുന്നു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അങ്ങനെ എല്ലാ ഇതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാ വശത്തും വരുന്നത് ഇതേ ഒരു സെയിം സ്റ്റിച്ചായിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉമ്മാമ കുപ്പായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് കേട്ടോ. ഈ ഡിസൈൻ ചെയ്യണമെന്നില്ല, നമുക്ക് അറിയുന്ന ഒരു ഡിസൈൻ ചെയ്താലും മതിയാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.